ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് ഇന്ന് എന്തേനു രാത്രി ഫുഡ്? നമുക്കിന്ന് നല്ല പത്തിരിയും തേങ്ങ അരച്ച മീൻ കറിയേനു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കറിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. എല്ലാവരും തേങ്ങക്കറിയൊക്കെ വെക്കുന്നതായിരിക്കും, പക്ഷെ ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കേട്ടോ വെക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവ പൊട്ടിക്കുക. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, അടിപൊളിയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തത്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക, വളരെ കുറച്ച് മതി ഇട്ടോ, ഉള്ളി കൂടി പോകണ്ട. എന്നിട്ട് നമുക്ക് ഒരു വലിയ തക്കാളി ആയിട്ട്, ഞാൻ ഇപ്പോൾ എടുത്തത് വലിയ തക്കാളി മുറിച്ചിട്ടിട്ട് കൊടുക്കുക. 3 പച്ചമുളക് എടുത്തത്. നിങ്ങൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇപ്പോൾ പുളിക്ക് ആവശ്യത്തിന് പച്ച മാങ്ങയാട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ തക്കാളി നല്ലോണം ഉടഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, കരിഞ്ഞു പോവാണ്ടിരിക്കേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്ത്, നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് തേങ്ങ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ കറിയിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ആവോലി മീനാണ് എടുത്തത്, ഏത് മീനായാലും പ്രശ്നമില്ല. അത് നല്ലോണം തിളച്ച് വന്നാൽ നമ്മൾ നല്ലോണം അരച്ച് വെച്ച തേങ്ങയില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കറി നല്ലോണം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പത്തിരി ചുട്ടെടുക്കുക. പത്തിരി എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. 2 സൈഡിൽ എണ്ണ ആക്കി കൊടുത്തിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല മാങ്ങ ഇട്ടിട്ടുള്ള തേങ്ങ അരച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ്, അടിപൊളിയായിട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ പത്തിരിൻ്റെ ഒപ്പം എല്ലാം പോവും, ചിക്കനും ബീഫായാലും ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളെ സ്വന്തം പത്തിരിയും തേങ്ങ അരച്ച മീൻ കറിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.